ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നാട്ടിലെത്തിയിട്ടുള്ള ഒരു ഫീലാണ്. ഞാൻ നിൽക്കുന്നത് ദുബായിലെ പ്രശസ്തമായിട്ടുള്ള അൽ ഖുദ്ര ലേക്കിലാണ്. ഈ ഒരു വിന്റർ സീസണിൽ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് UAE ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പലതരത്തിലുള്ള പക്ഷികളെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ താറാവുകളും അരയന്നങ്ങളും ഉണ്ട്. ഒരുപാട് ഫ്ലെമിംഗോസിനെ കാണാൻ പറ്റും കേട്ടോ. ശരിക്കും 170-ൽ പരം വർഗ്ഗങ്ങളിൽപ്പെട്ട പക്ഷികളുണ്ടെന്നാണ് പറയണത്. ഇവയെ നിരീക്ഷിക്കാൻ പ്രത്യേകം പ്ലാറ്റ്ഫോമുകളുണ്ട്. പിന്നെ ഒരുപാട് മീനുകളെയും കാണാം. എൻട്രി ഫീ കാര്യങ്ങളില്ല, ഫ്രീ എൻട്രിയാണ്. ക്യാമ്പിങ്ങിനൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കഴിയുന്നതും നേരത്തെ വരാം, എസ്പെഷ്യലി വീക്കെൻഡിലൊക്കെ. ഈ ഒരു ഡേ ലൈറ്റ് ഒക്കെ ഉള്ള സമയത്ത് വന്നാലാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ വന്ന സമയം സാറ്റർഡേ ഒരു 3 മണിക്കൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തുന്ന ഈ ഒരു ടൈമിലും ഒരുവിധം സ്പോട്ടുകളൊക്കെ ആളുകളൊക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ട്. ദുബായിയുടെ ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മരുഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട തടാകങ്ങളിൽ ഒന്നാണ് അൽ ഖുദ്ര. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തടാകങ്ങളുടെയൊക്കെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അത്രയും ഭംഗിയാണ്. കാണാനായിട്ട് നല്ല രസമുള്ള ഒരുപാട് കാഴ്ചകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അൽ ഖുദ്ര ലേക്ക് മാത്രമല്ല, തൊട്ടടുത്തുള്ള ലവ് ലേക്ക് ഉണ്ട്, അതേപോലെ ഫ്ലെമിംഗോ ലേക്ക് ഉണ്ട്. എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്.